ആയുർവേദ ഔഷധി പരിചയത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന സസ്യമാണ് വെറ്റില. പുരാതന കാലം മുതൽക്കു തന്നെ വെറ്റില മുറുക്ക് ഭാരതീയരുടെ ജീവിതചര്യയുടെ ഭാഗമാണ്. മതപരമായ ആചാരങ്ങളിലും ആതിഥ്യമര്യാദയുടെ പ്രതീകമായും വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിലും വെറ്റില ഒരു പ്രധാന ഘടകമാണ്. മുഗൾ കാലഘട്ടത്തിലും വെറ്റിലയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു. പാൻ ലീഫ് എന്നറിയപ്പെടുന്ന ഈ സസ്യം ഏകദേശം 15 മുതൽ 25 ദശലക്ഷത്തോളം ആളുകൾ പതിവായി ഉപയോഗിക്കുന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. വെറ്റിലയോടൊപ്പം അടയ്ക്ക, പുകയില, ചുണ്ണാമ്പ് എന്നിവ ചേർത്ത് നിർമ്മിക്കുന്ന പാൻ വളരെ അനാരോഗ്യകരമാണ്. ഇവ വായ, തൊണ്ട, അന്നനാളം എന്നിവിടങ്ങളിലെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു. താമ്പൂലവല്ലി, നാഗവല്ലി, നാഗവല്ലരി, നാഗിനി, ഭുജകലത തുടങ്ങിയവ വെറ്റിലയുടെ പര്യായങ്ങളാണ്. ആയുർവേദത്തിൽ ദിനചര്യകളിൽ ഒന്നായി താമ്പൂല സേവനത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മലേഷ്യയും സിംഗപ്പൂരുമാണ് വെറ്റിലയുടെ ജന്മദേശം. ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കൃഷി ചെയ്തു വരുന്നു. കേരളത്തിലെ ഉൾനാടൻ പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ കൃഷി കൂടുതലായും കണ്ടുവരുന്നത്. പൈപ്പർ ബീറ്റിൽ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന വെറ്റില പൈപ്പറേസിയെ കുടുംബാംഗമാണ്. ചിരസ്ഥായിയായ ഒരു വള്ളിച്ചെടിയാണിത്. പറ്റുവേരുകളുടെ സഹായത്താൽ മുകളിലേക്ക് വളരുന്നു. ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. കീഴ്ഭാഗത്തെ ഇലകൾ ഹൃദയാകൃതിയിലും പൂക്കൾക്ക് അനുബന്ധമായ ഇലകൾ അണ്ഡാകൃതിയിലും കാണപ്പെടുന്നു. ആൺപൂക്കളും പെൺപൂക്കളും വ്യത്യസ്ത ചെടികളിൽ കാണപ്പെടുന്നു. പൂങ്കുലകൾ ഇലകൾക്ക് എതിർഭാഗത്ത് ഉണ്ടാകുന്നു. പുരാതന കാലം മുതൽ തന്നെ ആസ്യ ശുദ്ധീകരണത്തിനും രുചിയും ഗന്ധവും വർദ്ധിപ്പിക്കുന്നതിനും വെറ്റില ഉപയോഗിച്ചു വരുന്നു. ചരക സംഹിതയിലെ ധാരണ്യാസ്യേന വൈശദ്യാരുചി സൗഗന്ധ്യമിച്ഛത എന്ന ശ്ലോകത്തിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. ഉമിനീർ സ്രാവം വർദ്ധിപ്പിച്ച് ദഹനശക്തി കൂട്ടുന്നതിനും വായിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനും ശബ്ദശുദ്ധിക്കും വായ്നാറ്റം അകറ്റാനും വെറ്റില സഹായിക്കുന്നു. ഇത് വാതകഭജമായ രോഗങ്ങളെ ശമിപ്പിക്കുന്നു. വിശപ്പില്ലായ്മ, കൃമി, ചുമ, ശ്വാസം മുട്ട് തുടങ്ങിയ അവസ്ഥകളിൽ വെറ്റില വാട്ടിപ്പിഴിഞ്ഞ നീര് തേൻ ചേർത്ത് കൊടുക്കുന്നത് വളരെ ഫലപ്രദമാണ്. കാമജനനി, കാമത എന്നീ പര്യായങ്ങൾ വെറ്റിലയുടെ വാചീകരണ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. കുട്ടികളിലെ ചുമയ്ക്കും ശ്വാസതടസ്സത്തിനും വെറ്റിലയിൽ ആവണക്കെണ്ണ പുരട്ടി ചൂടാക്കി നെഞ്ചത്തിടുന്നത് ഫലപ്രദമാണ്. മോണരോഗങ്ങളിൽ ഖതിരാതിവടി വെറ്റില ചേർത്ത് ചവച്ചരയ്ക്കുന്നതും ഗുണകരമാണ്. ശ്വാസകോശ രോഗങ്ങളിലും കൃമിയിലും ആ രോഗങ്ങൾക്കുള്ള ഗുളികകൾ വെറ്റില നീരിൽ ചാലിച്ച് സേവിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യുന്നു. വെറ്റിലയിൽ കാണപ്പെടുന്ന ഹൈഡ്രോക്സി ചാവിക്കോൾ, യൂജീനോൾ പോലുള്ള ഘടകങ്ങൾ ക്യാൻസറിനെ പ്രതിരോധിക്കുകയും ബാക്ടീരിയ, ഫംഗസ്, വിര തുടങ്ങിയവയുടെ പ്രവർത്തനത്തെ തടയുന്നതായും പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇലകളിൽ റൈബോഫ്ലാവിൻ, തയമിൻ തുടങ്ങിയ ബി ഗ്രൂപ്പ് വൈറ്റമിനുകളും വൈറ്റമിൻ ഇയും അടങ്ങിയിരിക്കുന്നു. ദഹനത്തെ സുഗമമാക്കുന്ന ഡയസ്റ്റീസ്, ആൻറ്റി ഓക്സിഡൻ്റായ കാറ്റലൈസ് തുടങ്ങിയ എൻസൈമുകളും ഇലകളിൽ അടങ്ങിയിരിക്കുന്നു. വെറ്റിലയെക്കുറിച്ചുള്ള ഈ ഹ്രസ്വ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വെറ്റിലയുടെ പല പ്രയോഗങ്ങളും ഇവിടെ സൂചിപ്പിച്ചുവെങ്കിലും വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഔഷധങ്ങൾ സേവിക്കുവാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.